മലപ്പുറം വളാഞ്ചേരിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ വളാഞ്ചേരി കൊടിമുടി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? മണികണ്ഠൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം നേരിടേണ്ടി വന്നത്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? നമ്മൾ പറയുകയായിരുന്നു, മഴ പെയ്യുന്നു, വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമുണ്ടാകും, ഇതുപോലുള്ള ജാഗ്രത പറയുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊരു വിവരം ഈ പ്രഭാതത്തിൽ എത്തുന്നത്. ഗുഡ് മോർണിംഗ് സ്മിത. ഇന്നലെ വൈകുന്നേരം 6:30 കൂടിയാണ് ഈ മണികണ്ഠൻ എന്ന് പറയുന്ന യുവാവ് ഈ മത്സ്യം പിടിക്കാനായി പാടത്തേക്ക് പോകുന്നത്. പിന്നീട് രാത്രി ഏറെ വൈകിയും ഇദ്ദേഹം വീട്ടിൽ തിരിച്ചെത്താത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് വീട്ടുകാർ ഈ തിരച്ചിൽ നടത്തിയത്. ഈ തിരച്ചിലിനൊടുവിലാണ് ഈ പാടത്ത് മരിച്ച നിലയിൽ മണികണ്ഠനെ കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വൈദ്യുത കമ്പി പൊട്ടി വീണ് അതിൽ പിണഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തിയവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെ KSEB-യുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ഓഫ് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ ഈ മണികണ്ഠനെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഇദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ ഏറെ വൈകിയും വീട്ടിൽ തിരിച്ചെത്താതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇങ്ങനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മത്സ്യം പിടിക്കാനായി പോകുന്ന സമയത്ത് ഏറെ 6:30 ശേഷം എന്നൊക്കെ പറയുന്നത് ശക്തമായ മഴയും കൂടി ഉള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ ഇരുട്ട് ശക്തമായിട്ട് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പൊട്ടി വീണ വൈദ്യുതി ലൈൻ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു പക്ഷെ അതിൽ ചവിട്ടുകയോ മറ്റോ ചെയ്ത് ഈ ഷോക്കേറ്റതാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ ഇത്തരം മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ പൊട്ടി വീണ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ സമീപത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് KSEB ഉൾപ്പെടെയുള്ള അധികൃതർ വ്യക്തമാക്കുന്നത്. കൊടുമുടി സ്വദേശി മണികണ്ഠനാണ് ഷോക്കേറ്റ് മരിച്ചത്.